പവർ സർജ് കണ്ടെത്തുമ്പോൾ പവർ സപ്ലൈ സ്വിച്ച് ചെയ്യാതെ തന്നെ ഓഫാക്കുന്ന ഓട്ടോമാറ്റിക് സ്വിച്ചുകളാണ് MCBകൾ. ഉപകരണത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് MCBകൾ ഇടങ്ങളിൽ സ്ഥാപിക്കുന്നു. അതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ഒന്നിലധികം MCBയുടെ തരങ്ങൾ കണ്ടെത്താൻ കഴിയും. A, B, C, D, K, Z എന്നീ MCB ടൈപ്പുകൾ ഉണ്ടെങ്കിലും B, C, D എന്നിവ ജനപ്രിയമായ MCB ടൈപ്പുകളാണ്. ഈ വിഭാഗത്തിൽ പലപ്പോഴും അവയുടെ ട്രിപ്പ് കറണ്ട് അല്ലെങ്കിൽ ട്രിപ്പിംഗ് ശേഷിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. B ടൈപ്പ് MCB ഇവ പലപ്പോഴും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളിലോ ചെറിയ തോതിൽ പ്രവർത്തിക്കുന്ന വ്യവസായ യൂണിറ്റുകളിലോ ഉപയോഗിക്കുന്നു. ഇത്തരം MCBകൾ നിർദ്ദേശിക്കപ്പെട്ട പരിധിയേക്കാൾ 5 മടങ്ങ് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോഴാണ് ട്രിപ്പ് സംഭവിക്കുന്നത്. വോൾട്ടേജ് ഷാഫ്റ്റോടു കൂടിയ കുറഞ്ഞ സഹിഷ്ണുത കാരണം ഈ MCBകളെ ഏറ്റവും സെൻസിറ്റീവായി കണക്കാക്കുന്നു. റെസിഡൻഷ്യൽ ഇടങ്ങളിൽ കറന്റ് സർജുകളും ഏറ്റക്കുറച്ചിലുകളും കുറവായതിനാൽ അത്തരം പ്രദേശങ്ങളിലാണ് ഇത്തരം MCBകൾ ഉപയോഗിച്ചു വരുന്നത്. C ടൈപ്പ് MCB ഉയർന്ന ഇൻഡക്ഷൻ കറൻറ്റുകൾ ഉള്ള പരിതസ്ഥിതികൾക്കായി C ടൈപ്പ് MCBകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമാകുന്നു. കറൻറ്റ് റേറ്റ് ചെയ്ത ലോഡിനേക്കാൾ 5 മുതൽ 10 മടങ്ങ് വരെ കവിയുമ്പോൾ ഈ ബ്രേക്കറുകൾ ട്രിപ്പ് ചെയ്യുന്നു. ഇത് ഹ്രസ്വകാല കറൻറ്റ് സർജുകളെ നേരിടാൻ അവയ്ക്ക് ഉയർന്ന സഹിഷ്ണുത നൽകുന്നു. ഇത് മോട്ടോറുകൾ, ട്രാൻസ്ഫോമറുകൾ, എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകൾ, ഗണ്യമായ സ്റ്റാർട്ടപ്പ് കറൻറ്റുകൾ സൃഷ്ടിക്കുന്ന മറ്റ് ഇൻഡക്റ്റീവ് ലോഡുകൾ എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടുകളെ സംരക്ഷിക്കുന്നതിന് C ടൈപ്പ് MCBകൾ അനുയോജ്യമാകുന്നു. D ടൈപ്പ് MCB ഏറ്റവും കുറഞ്ഞ സെൻസിറ്റീവ് MCB തരമായി കണക്കാക്കപ്പെടുന്ന ടൈപ്പ് D MCBകൾക്ക് പവർ ത്രഷോൾഡിനേക്കാൾ 10 മുതൽ 20 മടങ്ങ് വരെ സർജ് ശേഷിയുണ്ട്. പലപ്പോഴും ഇവ എക്സ്റേ മെഷീനുകൾ, മോട്ടോറുകൾ, ഉയർന്ന പവർ റഷ് ഉള്ള മറ്റ് ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. അത്തരം വിലയേറിയ ഉപകരണങ്ങൾക്ക് പലപ്പോഴും വോൾട്ടേജിലെ ഏറ്റക്കുറച്ചുകളിൽ നിന്നും പവർ സർജുകളിൽ നിന്നും അധിക സംരക്ഷണം ആവശ്യമാണ്. അതിനാൽ ഇവയ്ക്ക് ഉയർന്ന ശേഷിയും കരുത്തുറ്റും ഉള്ള MCBകൾ ആവശ്യമാണ്.